നമസ്കാരം. ഇറാൻ അമേരിക്ക ആണവ ചർച്ച ഈ വരുന്ന വ്യാഴാഴ്ച ജനീവയിൽ നടക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ചില വാർത്തകളൊക്കെ പുറത്തു വന്നത്. എന്തായാലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ നന്നായി ഒന്ന് പിടിച്ചു കുലുക്കി, നന്നായി പേടിപ്പിച്ചു. പക്ഷെ അവർ പേടിക്കുന്നില്ല. ഞങ്ങൾക്കതിൽ കൗതുകമുണ്ട്. എന്താണ് അവർ പേടിക്കാത്തത് എന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. ഞങ്ങളുടെ പടക്കപ്പലുകളും യുദ്ധസന്നാഹങ്ങളും ഒക്കെ ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് അയച്ചതാണ്. പക്ഷെ അവർക്കൊരു കുലുക്കവുമില്ല. 10 ദിവസത്തെ സമയം കൊടുത്തു. എന്നിട്ടും അവർ വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നില്ല. അതെന്താണ് എന്ന് അറിയില്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഇന്ന് നമ്മുടെ 24 ചാനൽ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്, മലയാളം ചാനൽ. അതിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് ഈ ചർച്ചയൊക്കെ നടക്കാൻ പോകുന്നതിന് മുമ്പ് ഇറാൻ അമേരിക്കയുടെ കാല് പിടിച്ചു അല്ലെങ്കിൽ കാൽക്കൽ വീണു എന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ്. എവിടെ നിന്നാണ് ഈ വാർത്ത അവർക്ക് കിട്ടിയത് എന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞാനിവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പരതി നോക്കി, ഒരുപാട് പരിശോധിച്ചു നോക്കി, തിരഞ്ഞു നോക്കി. പക്ഷെ അവിടെയൊന്നും ഈ വാർത്ത കാണുന്നില്ല. ഇറാനിലേക്ക് അമേരിക്കൻ കമ്പനികളെ ക്ഷണിച്ചു, സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ അമേരിക്കയുമായി വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ പകുതി ഇറാനിൽ നിന്നും മാറ്റാം, പകുതി അവർ നേർപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കയെ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. ഇത് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടിയെന്നറിയില്ല. എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചപ്പോൾ ഇറാൻ അമേരിക്ക സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള വാക്പോര് തുടരുകയാണ്. യുദ്ധം വേണമെന്നല്ല, സംഘർഷം അവസാനിക്കണം എന്നുള്ളത് തന്നെയാണ് നാം ഓരോരുത്തരുടെയും ആഗ്രഹം. കാരണം യുദ്ധമുണ്ടായാൽ അത് എല്ലാവരെയും ബാധിക്കും. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയെ മൊത്തത്തിൽ ബാധിക്കും. നമ്മുടെയൊക്കെ മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഗൾഫ് മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട്. അവരെയൊക്കെ ബാധിക്കും. അവരുടെ നാട്ടിലേക്കുള്ള, അവരുടെ കുടുംബങ്ങളിലേക്കുള്ള അവരുടെ വരുമാനത്തെ ബാധിക്കും. നമ്മുടെ കേരളത്തെ ബാധിക്കും, നമ്മുടെ രാജ്യത്തെ ബാധിക്കും. ഇതിലൊന്നും തർക്കമില്ല. അതുകൊണ്ട് യുദ്ധം ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇവിടെ ഇറാനെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ഇറാൻ സാഷ്ടാംഗം നമസ്കരിച്ചു, കീഴടങ്ങി എന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് 24-ൽ കണ്ടത്. എന്തായാലും യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്നുള്ളതാണ്. യാഥാർത്ഥ്യം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇറാൻ ഇപ്പോഴും അമേരിക്കയുടെ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. റഷ്യയുമായി $589 മില്യൺ ആയുധ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ ഇറാൻ ഇപ്പോൾ ഒപ്പുവെച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമാണ് റഷ്യയിൽ നിന്നും ഇറാൻ കൈവശപ്പെടുത്താൻ പോകുന്നത്. 2027-29 സമയത്താണ് ഇവിടെ ഇറാന് റഷ്യ ഇത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ കൈമാറുക. എന്നാൽ ചില ആയുധങ്ങൾ ഇതിനോടകം റഷ്യ കൈമാറിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും ഇവിടെ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ട്. നേരത്തെ അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നതാണ്. Su-57 എന്ന് പറയുന്ന അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ റഷ്യ ഇറാന് കൊടുക്കും, അത്തരത്തിലൊരു കരാർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ വാർത്ത. എന്തായാലും നേരത്തെ വന്ന വാർത്തയും ഇപ്പോൾ കണ്ട ഈ വാർത്തയും $589 മില്യൺ ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും ഒക്കെ അത് ഏറെക്കുറെ നമുക്ക് ആ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ ഇപ്പോഴും അമേരിക്കൻ ഭീഷണിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അമേരിക്കൻ ഭീഷണിയെ ഇറാൻ കൈകാര്യം ചെയ്ത മറ്റൊരു വാർത്തയാണ്. അതായത് അമേരിക്കയുടെ ഒരു ഡ്രോൺ പേർഷ്യൻ കടലിന് മുകളിലൂടെ നിരീക്ഷണ പറക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഡ്രോൺ പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്നുള്ളതാണ് ഒരു വാർത്ത. ഇറാൻ തീരത്തോട് ചേർന്നായിരുന്നത്രേ ഈ ഡ്രോൺ പറന്നിരുന്നത്. ഈ ഡ്രോൺ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഈ ഡ്രോണിനെ ഇറാൻ വെടിവെച്ചിട്ടതാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ആ വാർത്ത. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. വെറുതെ അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയില്ല. ഇറാൻ ഇവിടെ നേരത്തെ ഇറാന്റെ ഒരു ഷഹദ് ഡ്രോണിനെ അമേരിക്ക വെടിവെച്ചിട്ടിരുന്നു. അതിന് പകരമെന്നോണം അമേരിക്കയുടെ ഒരു ഡ്രോണിനെ, നിരീക്ഷണ പറക്കൽ നടത്തിക്കൊണ്ടിരുന്ന ഡ്രോണിനെ ഇറാൻ വെടിവെച്ചിട്ടു എന്ന് തന്നെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി പ്രചരിക്കുന്ന വാർത്തകൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. 24-ൽ വന്ന ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ എവിടെ നോക്കിയിട്ടും ഈ വാർത്ത കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ വാർത്ത നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതേസമയം നമ്മളിവിടെ ഹിന്ദുസ്ഥാൻ ടൈംസും അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയും അൽ ജസീറ ഉൾപ്പെടെയുള്ള ചാനലുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് ഇവിടെ ഇറാൻ ഇപ്പോഴും അമേരിക്കൻ ഭീഷണിയെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അമേരിക്കക്ക് മുമ്പിൽ അടിയറവ് പറയാൻ ഇറാൻ തീരുമാനിച്ചിട്ടില്ല എന്ന വിധത്തിലുള്ളതാണ്.
വാക്പോരുകൾ തുടരുകയാണ്. അതോടൊപ്പം തന്നെ അമേരിക്ക ഇവിടെ ഇറാനെ ചുവപ്പ് വരവരച്ച് ഇറാനെ ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനൊരിക്കലും വഴങ്ങില്ല എന്ന് ഇറാൻ പറയുന്ന ഇറാന്റെ പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളുമുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടെ 24-ൽ വന്ന ഈ വാർത്ത ഒരു ഘട്ടത്തിലും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്.